എടി ഒരുമ്പട്ടോളെ അപ്പൊ ഇതേന്നൊരു നിന്റെ മനസ്സിലിരിപ്പ് എന്റെ മാന്യം ചോദിച്ചിട്ട് കണ്ടന്മാരെ കൂടെ കഴിഞ്ഞാടാ നിന്നെ ഞാൻ വിടിയടി ഉള്ളിയോടി നിന്നെ ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും പറഞ്ഞാൽ ഞാൻ പോവും. ആഹാ പൂവോടി നീ പൂവോ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലോടി നിന്നെ ഞാൻ വെട്ടിക്കൊല്ലോടി നിന്നെ ഞാൻ ഈ ഉമ്മർത്തിട്ട് ഞാൻ പീസാക്കും നിന്നെ വെട്ടോടി നിന്നെ. ഈ തലയ്ക്ക് എന്താ അപസ്മാരം ഇളകിയോ? ഉമ്മ ഉമ്മ നിന്റെ ബാഗ് എവിടെ? ബാഗോ? ഏത് ബാഗ്? അല്ല അപ്പൊ നീ പോണില്ലേ? പൂവ് ഞാൻ എവിടേക്ക് പോണ്? നിങ്ങൾ എന്തൊക്കെയാ പറയണ്? അപ്പൊ ഇത് സ്വപ്നായിരുന്നോ? ഓ സമാധാനം. സമയം എത്രയായി? 6:30. 6:30യോ? കുറച്ചോളെ വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുന്ന എന്റെ മാനി ചേച്ചിട്ട് നിങ്ങൾ കണ്ണന്മാരെ കൂടെ കറങ്ങി പോവോ? പടച്ചോ എനിക്കറിയാം. ഉമ്മ നിങ്ങൾ എന്താ വല്ല സ്വപ്നവും കണ്ടോ? ആരിനോ വെട്ടോടി എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ നിന്നെ വെട്ടും. ഉമ്മ നിങ്ങളുടെ അടുത്ത ചോദിച്ച് ആരിനെ വെട്ടുന്ന കേസാ പറഞ്ഞ്? അത് നമ്മുടെ ഖദീജയില്ലേ, ഖദീജാന്റെ വളപ്പത്തെ ഒരു പ്ലാവിന്റെ കൊമ്പേ നമ്മുടെ പെരേന്റെ മേലയിൽ നിക്കണേ. ഞാൻ ആ കൊമ്പ് വെട്ടുന്ന കേസാ പറഞ്ഞ്. ഞാനും ഖദീജയെ പൊരിഞ്ഞ വഴക്ക്. അതാ ഉമ്മ സ്വപ്നം കണ്ട്. അതാ ഞാൻ വെട്ടും പറഞ്ഞ് പ്ലാവിന്റെ കൊമ്പേ. നീ പോയിട്ട് എനിക്കൊരു ചായ കൊണ്ടുപോവാ. പറച്ചോനെ പട്ടാപ്പാല് കണ്ട സ്വപ്നം ഫലിക്കോ ആവോ. നീ എവിടേക്കാ? റേഷൻ കടയ്ക്ക്. അരി വാങ്ങണ്ടേ? അരി കഴിയാറായി. മണ്ണെണ്ണി വന്നിട്ട് ഇത്രേ. അസുഹൃത്താത്തേ പറഞ്ഞു വേഗം പോയി വാങ്ങട്ടെ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ വക സാധനങ്ങളൊന്നും വാരി ചുണ്ടിലും മൂക്കിലും പൊത്തണ്ടാന്ന്. ആരിനെ കാണിക്കാനാടി ഈ കോലം കെട്ടല്? എന്റെ ഉമ്മ നിങ്ങൾ ഇപ്പോഴും ഏത് കാലത്താ ജീവിക്കുന്നത്? കാലമൊക്കെ മാറി. ഇപ്പൊ ഇങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഇടാണ്ടേ ഓരോ പെണ്ണുങ്ങളും പുറത്തിറങ്ങില്ല. തള്ളമാരടക്കത്തിട്ടിട്ടാ പോണത്. പിന്നെ ഞാനൊക്കെ ഇപ്പൊ ഈ കുന്ത്രാണ്ടം തേച്ചിട്ടല്ലേ. നിന്റെ അടക്കമൊക്കെ എന്തിനാന്നേ എനിക്കറിയാം. ആ റേഷൻ കടയ്ക്ക് പോകുമ്പോഴേ ആ വഴിയിൽ ആ ജംഗ്ഷനിൽ കുറെ വായി നോക്കി ചെക്കന്മാരുണ്ടാവും. അവരിനെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇതൊക്കെ തേച്ച് മിനുക്കിയിട്ട് പോണത്? ആട്ടക്കളി. ഉമ്മ നിങ്ങൾ വേണ്ടാത്ത പറയണ്ട കേട്ടോ. നിനക്ക് വേണ്ടാത്ത കാണിക്കാം. ഞാൻ പറഞ്ഞാലാ കുഴപ്പം. എന്താ നിങ്ങക്ക്? ഞാൻ തന്നെ തിരിച്ചു കിട്ടാനാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇന്ന് വേണ്ട മൊത്തം തുടച്ചായാ എന്നിട്ട് ഞാൻ വല്ല പറച്ച് വേഷത്തിൽ പോവാ മതിയോ? നീ ആ റേഷൻ കട എടുത്താ റേഷൻ കടയ്ക്ക് ഞാൻ പൊക്കോളാം. അതാ നല്ലത്. എന്നാ പിന്നെ നിങ്ങക്ക് തന്നെ ആദ്യം കൂടി പൊക്കൂടെ? എന്റെ അടുത്ത് പറയാൻ നിക്കണോ? സുഹൈല അതാരാ നോക്ക്. അതെ കൂടുതലാണല്ലോ. എന്താ കൂടുന്നത്? ആരാപ്പത്? അതെ കളിച്ചിരിക്കണ്ടല്ലോ. ഇതാണ് നീ തളയ്ക്കുന്നില്ല. നോക്കിട്ട് പറ്റ പോയോ? ഏതവനാടി അവൻ? ഞാൻ വരുമ്പോ നീ അവനെ പറഞ്ഞു വിട്ടൂലേ? ആരടി അവൻ? കയ്യിലെന്താടി ഒരു ലെറ്റർ? ഓ ലവ് ലെറ്റർ. ബടി അതുവരെയൊക്കെ ആയപ്പോ കാര്യങ്ങളില്ലേ? അപ്പൊ ഇത് തരാനല്ലടി അവൻ വന്നത്. എത്ര നാളായിട്ട് തുടങ്ങിയിട്ട്? ദ്രോഹി, നീ എന്റെ മോനെ ചതിക്കായിരുന്നു അല്ലേ?
ഉം. ഉം. കറണ്ട് ബില്ല് അല്ല പ്രേമലേഖനം പോ നമിച്ചു ഉമ്മ. ഒരു കാര്യത്തിനെ വളച്ചൊടിക്കാനേ ഉമ്മാനെ കഴിച്ചിട്ടാ വേറെ ആളുള്ളൂ. കീപ്പിറ്റം. ഛേ നാണക്കടായി. അല്ല ഇതിന് എനിക്ക് ഇടീ സുഹൈല അത് നീ തന്നെ വെച്ചോ എന്നാ. നീ പെണ്ണത് എവിടെ? ആ ഫോൺ എത്ര നേരെ കടന്നടിക്കുന്നു. ഹലോ. ആ വലൈക്കും സലാം. ഓ എന്നെ മാൻ കഴിച്ചാ? ആ അവള് അവിടെ പുറത്തെന്തോ പണിയില്ല തോന്നുന്നു മാനെ. ഞാൻ കൊടുക്ക. അതെ എന്നാ ശരി, എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക്. ആ ശരിയടാ. ഡി നിന്റെ ചെവി എന്താടി പൊട്ടിയോ? ആ ഫോൺ എത്ര നേരമായി അവിടെ കടന്ന് അടിക്കുന്നു. അപ്പൊ ഉമ്മാക്കൊന്ന് എടുത്തൂടെ? ഞാനിവിടെ ഒരു പണിയിലല്ലേ. ഞാൻ എടുത്തു, അതിന് ഓഫലായിരുന്നു. എത്ര വട്ടം അവൻ വിളിച്ചു എന്നറിയോ? അന്യ നാട്ടിൽ കിടക്കുന്ന ചെക്കനാണ്. അതൊന്ന് വിളിക്കുമ്പോ ഇത്തിരി ഫോൺ എടുത്ത് സംസാരിക്കാൻ പോലും ഇവിടെ ഒരുത്തിക്ക് ഒഴിവില്ല. എന്താടി എന്റെ മാൻ്റെ അടുത്ത് സംസാരിക്കാനും നിനക്കിപ്പോ താല്പര്യം ഇല്ലാണ്ടായോ? ഓ തുടങ്ങി. ഒന്ന് നിർത്തുമ്മ. ഫോൺ അടിക്കുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഇവിടുത്തെ ഇരുമ്പായിരുന്നു. ആ പൈപ്പ് തുറന്നിട്ട് കാരണം ആ ശബ്ദത്തിൽ ഫോൺ അടിക്കുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. ഇനിയിപ്പോ അതിന് ഇങ്ങനെ ഓരോന്ന് മെനഞ്ഞുണ്ടാക്കണ്ട. അപ്പോ ഇപ്പത്തെ പെണ്ണുങ്ങളുടെ ഒരു വായനാക്കും. ആ ഷാള് കഴുത്തിൽ നേരെ മറച്ചിട്ടോറി. ആ കുപ്പായത്തിന്റെ കഴുത്ത് നോക്ക്, ഇതുവരെ ഉണ്ട്. ആ ഷാൾ നേരെ മറച്ചിട്. അല്ലെങ്കിൽ വീടിന് ചുറ്റും വായ നോക്കി ചക്കന്മാരാണ്. കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ ഇവിടെ ഒരുത്തി. അയ്യേ ഇവരെന്താ ഇങ്ങനെ? ഛേ എന്താടി ഒരു മൂളിപ്പാട്ടൊക്കെ? ഇനിയിപ്പോ ഈ വീട്ടില് മൂളിപ്പാട്ട് പാടാനും പറ്റില്ല എന്ന് പറയൂ? ആ പറയും. പണികൾ ചെയ്യുമ്പോഴേ ഇമാതിരി വേഷക്കെട്ടിലൊന്നും ഇവിടെ വേണ്ട. പണികളൊന്നും വേഗം നീങ്ങില്ല. ചെറുച്ചെടുക്കാൻ ആ പണികൾ ചെയ്യാൻ നോക്കടി. ഉള്ളൊരു മൂളിപ്പാട്ട്. എന്താമ്മത്? എനിക്കൊരു മൂളിപ്പാട്ട് പോലും പാടാൻ പറ്റില്ലേ? ഇതെന്താ ജയിലോ? ഒന്നിനും ഇവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ല. തിരിയാൻ പറ്റില്ല, മറിയാൻ പറ്റില്ല, എവിടേക്കും പോവാൻ പറ്റില്ല. ഇതാപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പറ്റില്ല. കഷ്ടം തന്നെ. ജയിൽ പുള്ളികൾക്ക് പോലും ഇതിനേക്കാളും സ്വാതന്ത്ര്യം ഉണ്ടാവും. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നീ ചെയ്തോ. പക്ഷെ നൗഫ ഒന്നും കൂടി വരട്ടെ. എന്നിട്ട് നീ തിരിയേ മറിയേ നിനക്ക് തോന്നിയോടക്കൊക്കെ പോവുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്കൊരു കുഴപ്പമില്ല. കാലം അത്ര നല്ലതൊന്നും അല്ലടി. ഒരാൾക്ക് നശിക്കാനേ അത്രയ്ക്ക് വലിയ സമയമൊന്നും വേണ്ട. അടിച്ചു വാരി വേഗം. ഇതിന് പറയണത് സംശയരോഗം. അതെ. അല്ലടി ഞാൻ തന്നെ വരണോ? നിനക്കൊന്ന് പോയി നിന്നൂടെ? എന്റെ രണ്ട് മുട്ടും കാലും വേദനയൊന്നും ഒരടി അനങ്ങാൻ വയ്യ.
അതല്ല ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ സുബൈദിയോ അവള് നിക്കില്ലേ? അതിന് സുബൈദ് ഇവിടെ ഇല്ലേ, അവളുടെ മകളുടെ വീട്ടിലാ. അവളുടെ മകൾക്ക് ഇപ്പൊ 9ാം മാസല്ലേ, ഇന്നോ നാളെയോ പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ അവളുടെ അടുത്ത് പറയണത്? ഓ, എത്ര ദിവസം നിക്കേണ്ടി വരും? 3-4 ദിവസം നിക്കേണ്ടി വരും. അയ്യോ, 3-4 ദിവസമൊന്നും എനിക്ക് നിക്കാൻ പറ്റില്ലടി. ഇവിടെ കോഴി അടക്കുള്ളതല്ലേ, എനിക്ക് അങ്ങനെ 3-4 ദിവസം ഒന്നും ആശുപത്രി വന്ന് നിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങളുടെ മരുമകളില്ലെന്നോ, പിന്നെപ്പ എന്താ? അതാണ് എന്റെയും പേടി. ഞാനിവിടെ ഇല്ലാണ്ടായ പെണ്ണ് ഇവിടെ ഒറ്റയ്ക്ക്. ഹലോ ഹലോ. ഞാൻ വരാ, ഞാൻ വന്ന് നിക്കാം. ശരി, ഞാൻ വിളിച്ചു. ഏതാശുപത്രിയിലാ? ശരി എന്നാ. ഓ, എന്തപ്പ ചെയ്യ, വല്ലാത്തൊരടങ്ങറായല്ലോ. ഇപ്പൊ നിന്നോട് ഒറ്റക്കാക്കിട്ട് പോവാന്ന് വെച്ചാ അതും ശരിയാവില്ല. പോവാന്നും പറഞ്ഞു, വരില്ല പറഞ്ഞാൽ മതിയായിരുന്നു. എന്തെങ്കിലും ഒരു ഒഴിവഴിവ് പറഞ്ഞാൽ മതിയായിരുന്നു. ഛേ, ഒന്നും കൂടി വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞാലോ? വേണ്ട, പോവാ. ഇന്ന ഫോണ്. റുബീനമ്മ എന്തിനമ്മ വിളിച്ച്? അത് ഇവിടെ ഉമ്മാക്ക് പ്രഷർ കൂടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയൊക്കെ അത്ര. അയ്യോ, ഇതിപ്പോ അവിടെ ഇപ്പൊ നിക്കാൻ ആരും ഇല്ലാത്രേ. ഇപ്പൊ എന്റെ അടുത്ത് 2 ദിവസം പോയി നിക്കാൻ പറയണേ. എന്നാ പൊക്കോളി. അതല്ലേ, ഇപ്പൊ ഞാൻ പോയി നിന്നാ നീ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അതപ്പൊ ഞാൻ നോക്കണു. അതിനെന്താ, ഞാൻ ഒറ്റയ്ക്കിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഉമ്മാന്റെ അടുത്ത് ഇവിടെ വന്ന് നിക്കാൻ പറ 2 ദിവസം. എന്തിന്? എടി, ഞാൻ പോയ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു സമാധാനം വേണ്ടേ? അതിന് ഉമ്മ വീട്ടിലില്ലമ്മ, അമ്മ താത്താന്റെ വീട്ടിലാണേ. താത്താന്റെ കുട്ടിക്ക് നല്ല പനി, അപ്പൊ ഉമ്മ നോക്കാൻ പോയേക്ക. ഇന്ന് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഉമ്മാന്റെ അടുത്തും താത്താന്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് വരാൻ പറയും. ഇവിടെ ഇരിക്കാം എല്ലാവർക്കും കൂടിയിട്ട്. ഉമ്മാക്ക് എന്താ വല്ല പ്രാന്തുണ്ടോ? ആ പൊള്ളുന്ന പനിയുള്ള കുട്ടീനെ കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറയണത്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് എന്നെ ആരും പിടിച്ച് തിങ്ങിയൊന്നുമില്ല. നിങ്ങൾ പോണ്ടെങ്കിൽ പോ. എന്താ ഒരു കഷ്ടം. ഞാൻ എന്ത് സമാധാനത്തില് ഈ പെണ്ണുള്ള ഒറ്റയ്ക്കാക്കിട്ട് പോണത്.